എല്ലാവരെയും ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം. നമ്മള് എല്ലാ ദിവസവും നമ്മളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് സൂം ആരംഭിക്കാറ്. എല്ലാ ദിവസത്തെ പോലെ ലോകത്ത് എല്ലാവർക്കും സുഖവും സന്തോഷവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു സൂം പ്രോഗ്രാം ആരംഭിക്കാം. ഓക്കെ, എല്ലാവർക്കും ഗ്രേറ്റ് ഗുഡ് മോർണിംഗ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. വടകരയ്ക്കടുത്ത്, കോഴിക്കോട് ജില്ലയിൽ വടകരയ്ക്കടുത്ത് പുറമേരിയാണ് എൻ്റെ സ്വദേശം. എൻ്റെ പേര് പവിത്രൻ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു സൂം പ്രോഗ്രാം ചെയ്യാൻ, സൂം പ്രോഗ്രാമിൽ MC ആകാൻ എനിക്ക് അവസരം നൽകിയ മനോജ് സാറിനോടും അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു കൺസെപ്റ്റിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയ നമ്മുടെ അപ്ലൈൻ ലീഡർ ചന്ദ്ര സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നമ്മളോട് ഇന്ന് സംവദിക്കാൻ വരുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള പുരുഷോത്തമൻ സാറാണ്. പുരുഷോത്തമൻ സാറ് ബാലുശ്ശേരി കരുമല സ്വദേശിയാണ്. നമ്മളെ എല്ലാവരും കടന്നു വന്ന രീതിയിലല്ല പുരുഷോത്തമൻ സാറ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം നിയോഡൈമിയം മാഗ്നറ്റിനെ കുറിച്ച് വളരെ ആധികാരികമായി മനസ്സിലാക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാധാരണ വ്യക്തിയാണ്. ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം ലഭിച്ചെങ്കിലും നമ്മളെ ഈ ഒരു കൺസെപ്റ്റ് കിട്ടിയപ്പോ അത് നഖശികാന്തം എതിർത്തുകൊണ്ട് കടന്നു വന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വന്ന വഴി ഞാനൊന്ന് ഓർത്തെടുക്കുകയാണ്. ഞങ്ങള് സാധാരണ പല സ്ഥലങ്ങളിലും BOP-കൾ സംഘടിപ്പിക്കാറുണ്ട്. BOP സെന്ററുകളിൽ ചെറിയ ഒരു ഹാളൊക്കെ വാടകയ്ക്ക് എടുത്ത് അവിടെയാണ് നമ്മൾ പലപ്പോഴും BOP സെന്റർ ആരംഭിക്കുക. അതുപോലെ തന്നെ ബാലുശ്ശേരിയിൽ ഒരു ദിവസം വൈകുന്നേരം ഒരു BOP സെന്റർ BOP നടക്കുക. BOP-യില് അവിടെ ഞാൻ കടന്നു വന്ന പുരുഷോത്തമൻ സാർ വന്ന ഒരു വഴി നിങ്ങൾ ഒന്ന് ഓർപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ് പുരുഷോത്തമൻ സാർ. അദ്ദേഹം ഞങ്ങള് BOP നടന്നുകൊണ്ടിരിക്കുകയാണ്. BOP ഏകദേശം ക്ലോസ് ആവുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഒരു ചോദ്യം അദ്ദേഹം വളരെ ബാലിശമായിട്ട് ചോദിക്കുകയാണ്. ഇതൊരു തട്ടിപ്പല്ലേ? ഇത് ഒരു നമുക്ക് മനുഷ്യ ശരീരത്തിൽ യാതൊരു എഫക്റ്റും തരില്ല. ഇതൊരു മന്ത്രമാണ്, അല്ലെങ്കിൽ ഇതൊരു സായിബാബയെ പോലുള്ള ഒരു എഫക്റ്റ് തരുന്ന ഒരു കൺസെപ്റ്റ് മാത്രമാണ്. നിങ്ങൾ ഇത് പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന രീതിയിൽ വളരെ ശബ്ദത്തോടുകൂടി തന്നെ അദ്ദേഹം എതിർക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കരുതുക നമ്മളെ എതിർക്കുന്ന ഒരു വിഭാഗം ആൾക്കാരായിരിക്കും ഇതിൽ വന്നിട്ട് നമ്മളെ BOP സെന്റർ അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ ആണോ എന്നൊരു സംശയം ഞങ്ങൾക്ക് ഉണ്ടായി. അതിനൊരു കാരണമുണ്ട്. അന്ന് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ചന്ദ്രമാഷ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോ ചന്ദ്രമാഷ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു 2 വ്യക്തികൾ വരും, അവർക്കുള്ള എല്ലാ സംശയങ്ങളും തീർത്തു കൊടുക്കണം മുൻകൂട്ടി പറഞ്ഞത്. അത് ഞങ്ങൾ അറിയില്ല. പുരുഷോത്തമൻ സാർ വളരെ ഷാർപ്പായിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ ഇത് തെളിയിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല. അവരും നാടാണല്ലോ ബാലുശ്ശേരി. അപ്പോ സ്വാഭാവികമായിട്ടും അത് വളരെ തന്മയത്വത്തോടെ മിനി സാറും ബിനാമയുടെ ഒക്കെ കൈകാര്യം ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം ഒരു പ്രൊഡക്റ്റ് എടുത്ത് ഉപയോഗിച്ചു. കിട്ടിയ റിസൾട്ട് 21 ദിവസം കൊണ്ട് കിട്ടിയ റിസൾട്ട് അദ്ദേഹത്തെ 5 വർഷം ചികിത്സിച്ചിരുന്ന തൈറോയിഡിന് ഒരു മാറ്റം ഉണ്ടാവുകയും ഈ ഒരു കൺസെപ്റ്റിൽ അദ്ദേഹം കടന്നു വരികയാണ് ചെയ്തത്. അപ്പോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എത്ര എതിർപ്പുള്ള ആൾക്കാരും ബയോട്ടോറിയം അത് അനുഭവിച്ചറിയുമ്പോഴാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. സ്വന്തം ജീവിതത്തില്, സ്വന്തം കുടുംബത്തില് അതില് അവർക്ക് ഒരു മാറ്റം ഉണ്ടാവുമ്പോൾ അവർ എന്തായാലും ഈ ഒരു കൺസെപ്റ്റിലേക്ക് കടന്നു വരും. ഞാൻ അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, ഇത് അനുഭവിക്കാതെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഈ ബയോട്ടോറിയത്തിൽ കടന്നു വന്ന് ഇന്ന് ഈ സൂം പ്രോഗ്രാം കേൾക്കുന്ന ഒരു 98% ആൾക്കാരും ഈ ബയോട്ടോറിയം എന്ന കമ്പനിയുടെ കൺസെപ്റ്റും അതുപോലെ തന്നെ പ്രൊഡക്റ്റും ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടിലൂടെ നമ്മളൊക്കെ കടന്നു വന്നത്. പക്ഷെ നമ്മള് പലർക്കും അറിയില്ല ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നു. പുതിയ ആൾക്കാർ ഇതിലുണ്ടാവാം, അവർക്കൊന്നും ഈ നിയോഡൈമിയം എന്താണെന്നും
ഈ മാഗ്നറ്റ് എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് സാഗർ ജോഷി സാർ എത്തിച്ചതെന്നും ആർക്കും അതിനെപ്പറ്റി വലിയൊരു കാഴ്ചപ്പാടുണ്ടാവില്ല. പക്ഷെ ഇതിനെപ്പറ്റി ഈ ഒരു എതിർപ്പുകൾക്ക് ശേഷം കിട്ടിയ റിസൾട്ടിലൂടെ പുരുഷോത്തമൻ സാർ ഇതിനെപ്പറ്റി ആധികാരികമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പല പുസ്തകങ്ങളിലൂടെയും പലരുടെയും അറിവുകളിലൂടെയും ഒക്കെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മളോട് സംവദിക്കാൻ വരുന്നത് ബാലുശ്ശേരി കരുമല സ്വദേശിയായ നമ്മുടെ പുരുഷോത്തമൻ സാറാണ്. അദ്ദേഹത്തെ നിയോഡൈമിയം മാഗ്നറ്റ് എങ്ങനെ പ്രോസസ്സിംഗ് ചെയ്യുന്നു, ഇത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതിനൊക്കെ പറ്റി ഇന്ന് നമ്മളോട് സംവദിക്കുന്നത്. പ്ലീസ് കം പുരുഷോത്തമൻ സാർ. കേൾക്കാമോ? ഓ കേൾക്കുന്നു സാർ, പറഞ്ഞോളൂ. ഈ മീറ്റിംഗിൽ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഈ ബയോട്ടോറിയം പ്രൊമോട്ടേഴ്സിന് എൻ്റെ ഹാർദ്രവമായ അഭിവാദ്യങ്ങൾ ആദ്യമായി അർപ്പിക്കുകയാണ്. ഇവിടെ പ്രിയ സുഹൃത്ത് പവിത്രൻ സാറ് പരാമർശിച്ചതുപോലെ ഈ ബയോട്ടോറിയത്തിലേക്കുള്ള എൻ്റെ കടന്നുവരവ് യാദൃശ്ചികവും അല്ലെങ്കിൽ ഒരു വലിയ വിയോജനത്തോടെയും എതിർപ്പോടെയും ആയിരുന്നു. അതിന്റെ കാര്യകാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇന്നത്തെ വിഷയം വളരെ സങ്കീർണമായ ഒന്നാണ്. ഒരു മനുഷ്യായുസ് കൊണ്ട് പഠിച്ചു തീർക്കാൻ കഴിയാത്തത്രയും വിപുലമായ ഒരു ശാസ്ത്ര ശാഖയാണ് കാന്തവുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പറഞ്ഞു വരുന്നത് എന്നാൽ വൈദ്യുതിയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ലോകത്തിൽ ഇന്ന് ഈ കാണുന്ന പുരോഗതിക്കും മാറ്റങ്ങൾക്കും ത്വരിതഗതിയിലുള്ള ഒരു മാറ്റത്തിന് കാരണമായത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ കാന്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ കാഴ്ചപ്പാടിനെയും അഭിപ്രായങ്ങളെയും നമ്മൾ പാടെ മാറ്റിമറിക്കേണ്ടതായി വരും. യഥാർത്ഥത്തിൽ കാന്തത്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്, അതായത് കാന്തം മനുഷ്യൻ കണ്ടെത്തുകയും ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തതോടു കൂടിയാണ് ലോകത്തിന് ഇന്നീ കാണുന്ന ത്വരിതഗതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. വൈദ്യുതി എന്നത് രണ്ടു തരമുണ്ട്. നമ്മൾ കാന്തത്തെ കുറിച്ച് പറയുമ്പോൾ വൈദ്യുതി അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. വൈദ്യുതി രണ്ടു തരമുണ്ട്. കൃത്രിമ വൈദ്യുതി ഉണ്ട്, പ്രകൃതിദത്ത വൈദ്യുതി ഉണ്ട്. ജീവജാലങ്ങളുടെ ശരീരത്തിൽ ഒരു നിശ്ചിത അളവിൽ വൈദ്യുത തരംഗം ഉണ്ട്, ശാസ്ത്രം തെളിയിച്ചതാണ്. അത് പ്രകൃതിദത്ത വൈദ്യുതിയാണ്. അതുപോലെ മിന്നലുണ്ടാകുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന വൈദ്യുതി ഏറ്റവും ശക്തിമത്തായ ഒരു വൈദ്യുത പ്രവാഹമാണ് മിന്നലിലൂടെ പ്രകൃതി സൃഷ്ടിച്ചെടുക്കുന്നത്. മറ്റൊരു വൈദ്യുതി എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന വൈദ്യുതിയാണ്. ഊർജം എന്നത് അതിന്റെ സ്വഭാവ ഗുണങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും. ഒരു ഊർജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. വൈദ്യുതിയും അങ്ങനെ തന്നെ. വൈദ്യുതി രാസപ്രവർത്തനത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മുടെ ബാറ്ററികൾ. കാന്തതരംഗങ്ങളെ അതായത് കാന്തിക ക്ഷേത്രങ്ങളെ കമ്പിച്ചുരുളുകളാൽ ഭേദിക്കപ്പെടുമ്പോഴാണ് ആ കമ്പിച്ചുരുളുകളിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത്. ഇങ്ങനെ ജനറേറ്ററുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒരു കാന്തമാണ്, ശക്തിമത്തായ ഒരു കാന്തം. ആ കാന്തിക ക്ഷേത്രങ്ങളുടെ ഇടയിലൂടെ ഒരു
കമ്പിച്ചുരുൾ, പ്രധാനമായും കോപ്പർ കമ്പിച്ചുരുൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഈ കാന്തിക ക്ഷേത്രങ്ങളെ വേദിക്കുമ്പോൾ ഈ കമ്പിച്ചുരുളുകളിൽ ഇലക്ട്രോണുകളുടെ പ്രവാഹം ഉണ്ടാവുകയും അത് വൈദ്യുതിയായി നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാന്തത്തിന്റെ വളരെ പ്രധാനമായ അല്ലെങ്കിൽ അതിസങ്കീർണമായിട്ടുള്ള വിവിധ പ്രക്രിയകളിലൂടെ മനുഷ്യകുലത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചാണ്. അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലുള്ള ഒരു കാന്തമാണ് നിയോഡൈമിയം മാഗ്നറ്റ് എന്നത്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിയോഡൈമിയം മാഗ്നറ്റിനെ കുറിച്ച് പവിത്രൻ സാറ് പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രമാഷും ഞാനും തമ്മിലുള്ള ഈ മാഗ്നറ്റ് തെറാപ്പിയെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി അന്നു മുതൽ ഞാൻ ഇതേക്കുറിച്ച് നിരീക്ഷിക്കാൻ തുടങ്ങിയതാണ്. അത്ര ഗൗരവത്തിലായിരുന്നില്ല. എന്നാൽ ബാലുശ്ശേരിയിൽ നടന്നിട്ടുള്ള ഒരു വാഗ്വാദത്തിന് ശേഷം ഞാൻ ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കാനും പിന്നെ അതുമായി ബന്ധപ്പെടാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. കാരണം ഏതൊരു കാര്യത്തെയും നമ്മൾ വിമർശിക്കാനോ നിശിതമായി വിമർശിക്കാനോ തള്ളിക്കളയാനോ ഒരുങ്ങുമ്പോൾ അതിനു മുമ്പ് ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ അല്പമെങ്കിലും അറിഞ്ഞിരിക്കണം. അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ വിമർശിക്കാൻ മുതിരരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്പമെങ്കിലും അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വിമർശിക്കാൻ ഒരുമ്പെടരുത്. ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ മാഗ്നറ്റിനെ കുറിച്ച്, നിയോഡൈമിയം മാഗ്നറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് അറിയാൻ ശ്രമിച്ചത്. ആ വിഷയത്തിലേക്ക് അങ്ങ് പ്രവേശിച്ച ആ സമയത്ത് തന്നെ എനിക്കിതിന്റെ അപാരമായിട്ടുള്ള കഴിവുകളും സാധ്യതകളും പിന്നെ ഒക്കെ ബോധ്യപ്പെടുകയാണ്, അത്ഭുതപ്പെട്ടു പോവുകയാണ്. സാധാരണ കാന്തം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്നത് നമ്മുടെ റേഡിയോയിലും അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സ്പീക്കറുകളിൽ കാണുന്ന മാഗ്നറ്റാണ് കാന്തം. കാന്തം എന്ന് പറയുമ്പോൾ അതാണ് മനസ്സിൽ വരിക. അപ്പോൾ നിയോഡൈമിയം മാഗ്നറ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്താണ് ഭൂമിയിൽ നിന്ന് ഒഴിച്ചെടുക്കുന്ന കാന്തം? അങ്ങനെ ഒരു കാന്തമുണ്ടോ? അതെങ്ങനെയാണ് സ്പീക്കറിലുള്ള കാന്തം ഭൂമിയിൽ നിന്ന് ഒഴിച്ചെടുക്കുന്നതാണോ? അതെങ്ങനെയാണ് അങ്ങനെ രൂപപ്പെട്ടു വരുന്നത്? ഇങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള ചിന്തകളാണ്. അത്തരം ബാലിശമായിട്ടുള്ള ചിന്തകളിൽ നിന്നാണ് അന്നത്തെ തർക്കവും ഉണ്ടായത്. പിന്നീട് പ്രത്യേകിച്ച് ചന്ദ്രമാഷിന്റെ നിരന്തരമായിട്ടുള്ള ശ്രമവും അന്ന് തന്നെ ബീന മേഡത്തിന്റെ ഒരു വളരെ ചുരുക്കിയുള്ള അതിന്റെ ഒരു ശാസ്ത്രീയ കാഴ്ചപ്പാടും ഒക്കെ കേട്ടതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഈ മാഗ്നറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചത്. അപ്പോ വളരെ ലളിതവും ചെറുതുമായ വിവിധ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉൾപ്പെടെ ബഹിരാകാശ യാത്രക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വരെ ഇന്ന് നിയോഡൈമിയം മാഗ്നറ്റിന്റെ ആവശ്യകത വന്നിരിക്കുകയാണ്, വർദ്ധിച്ച ആവശ്യകത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നിയോഡൈമിയം മാഗ്നറ്റ് ആണ്. ഈ നിയോഡൈമിയം മാഗ്നറ്റ് എങ്ങനെയാണ് നമ്മുടെ കൈകളിൽ എത്തുന്നതും എന്ന് പറയുമ്പോൾ കാന്തത്തെക്കുറിച്ച് നമ്മൾ അല്പം ഒന്ന് ടച്ച് ചെയ്തു പോകുന്നത് നന്നായിരിക്കും. കാന്തം എന്നാൽ വിവിധ തരം കാന്തങ്ങളുണ്ട്. അത് പ്രകൃതിദത്ത കാന്തവുമുണ്ട്, കൃത്രിമ കാന്തവും. പ്രകൃതിദത്ത കാന്തത്തിന്റെ ഗണത്തിൽ വരുന്നതാണ് നമ്മുടെ നിയോഡൈമിയം മാഗ്നറ്റ് എന്നത്. അത് ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്നതും അത് വലിയ സങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെ വമ്പൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഭൂമിക്കടിയിൽ നിന്ന് ശേഖരിച്ച് അതിന്റെ വളരെ നല്ല ഒരു പ്രക്രിയയിലൂടെ പ്രോസസ്സിങ്ങിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് നമ്മുടെ നിയോഡൈമിയം മാഗ്നറ്റ്. എന്നാൽ എത്ര തരം മാഗ്നറ്റ് ഉണ്ട്
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മാഗ്നറ്റ് എന്ന് നമ്മൾ പറയേണ്ടതും. ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നിരവധി കുറിപ്പുകൾ, പഠനക്കുറിപ്പുകളിൽ നിന്നും എടുത്തു ചേർത്തിട്ടുള്ള ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് ഈ ചെറിയ സമയത്ത് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്കിത് പറയാൻ കഴിയൂ. അല്ലെങ്കിൽ ഇത് ഇന്നോ നാളെയോ ഒരു വർഷം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലായ വ്യത്യസ്ത ആറ്റങ്ങളും തന്മാത്രകളും ചേർന്നതാണ് കാന്തങ്ങൾ. അതാണ് കാന്തങ്ങൾ എന്നതിനുള്ള ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു നിർവചനം ഇതാണ്. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, ഇത്തരം മെറ്റീരിയലുകളുടെ ഒരു വ്യത്യസ്ത ആറ്റങ്ങളും തന്മാത്രകളും ചേർന്നതാണ് കാന്തങ്ങൾ. ആറ്റങ്ങൾ എന്നത് ഒരു ഏകകോശ ജീവിയെ പോലുള്ള ഒരു ഏകമാന രൂപമാണ്. തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്ന് രൂപപ്പെടുന്നതാണ് തന്മാത്ര. അപ്പോ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലായ ആറ്റങ്ങളും അങ്ങനെ ആറ്റങ്ങൾ ചേർന്നുണ്ടായ തന്മാത്രകളും ചേർന്ന് രൂപപ്പെട്ട ഒന്നാണ് കാന്തങ്ങൾ എന്ന്. ഈ കാന്തങ്ങൾ നമ്മൾ കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് കൃത്രിമമായിട്ട് കാന്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്? കാന്തം കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഡൈനമിക് പ്രവർത്തന പ്രക്രിയയിലൂടെയാണ്. ഒരു കമ്പിച്ചുരുളിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ, കമ്പിച്ചുരുൾ ആണ്, കമ്പിച്ചുരുളുകളിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ഈ ചുരുളുകൾക്കിടയിൽ അല്ലെങ്കിൽ ഈ ചുരുളുകൾക്ക് ചുറ്റും ഒരു കാന്തിക ക്ഷേത്രം രൂപപ്പെടുന്നു. അവിടെ വൈദ്യുത പ്രവാഹം നിലക്കുമ്പോൾ അതിന്റെ കാന്തികത ഇല്ലാതാകുന്നു. ഇതാണ് കൃത്രിമ കാന്തം, അതായത് താൽക്കാലിക കാന്തം എന്നൊക്കെ പറയാം. വൈദ്യുത പ്രവാഹം ഉള്ളപ്പോൾ മാത്രമേ അവിടെ കാന്തിക ക്ഷേത്രം രൂപപ്പെടുകയും കാന്തിക ബലം ഉണ്ടാവുകയും ചെയ്യുന്നുള്ളൂ. ഇത് കൃത്രിമ കാന്തമാണ്, മനുഷ്യനിർമ്മിതമാണ്. അതേസമയം ഭൂമിക്കടിയിൽ രൂപപ്പെട്ട നിരവധി മൂലകങ്ങളിൽ ഒന്നായിട്ടുള്ള നിയോഡേമിയം എന്ന മൂലകത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെ ശേഖരിച്ച് അതിനെ ശുദ്ധീകരിച്ച് കൂട്ടം കൂടി നിൽക്കുന്ന മൂലകങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു മൂലകമാണ് നിയോഡൈമിയം. നിയോഡൈമിയത്തെ കുറിച്ചുള്ള പഠനങ്ങൾ ഏകദേശം 1840 ആ കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു സ്വീഡിഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ ഗുഡ്സവ് മൊസാൻഡർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് നിയോഡൈമിയത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നത്. 1840 ആ കാലഘട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് 1895 ആ കാലത്ത് 19ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ ആണ് നിയോഡൈമിയത്തെ കൃത്യമായി വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഡൈമിയം എന്ന ഒരു മൂലകം, ഡൈമിയം എന്നാൽ പച്ച ഇരട്ടകൾ, പച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ച കളർ തന്നെ, പച്ച ഇരട്ടകൾ എന്ന ഒരു മൂലകം. ഈ മൂലകത്തിൽ നിന്നും പ്രിസിയോഡൈമിയം, നിയോഡൈമിയം എന്ന രണ്ട് പുതിയ മൂലകങ്ങളെ കണ്ടെത്തുകയാണ്. ആസ്ട്രിയൻ രസതന്ത്ര ശാസ്ത്രജ്ഞനായിട്ടുള്ള കാളോർ വോൺ വെൽസ്ബാക്ക്, പേര് ഓർമ്മിച്ചു വെക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റിന്റെ കാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് കാളോർ വോൺ വെൽസ്ബാക്ക്. ആസ്ട്രിയൻ ശാസ്ത്രകാരനാണ്. ഇദ്ദേഹമാണ് ഡൈമിയം എന്ന മൂലകത്തിൽ നിന്നും, അതായത് ഇരട്ട മൂലകങ്ങളാണ് പ്രിസിയോഡൈമിയം, നിയോഡൈമിയം എന്നീ രണ്ട് ഇരട്ട മൂലകങ്ങൾ.
ഈ ഇരട്ട മൂലകങ്ങളിൽ നിന്നും വളരെ സങ്കീർണമായിട്ടുള്ള ഒരു തപസ് പോലെ അദ്ദേഹം വർഷങ്ങളോളം ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ഒരു പിന്നെ കണ്ടെത്തൽ, ഒരു ശാസ്ത്ര കണ്ടെത്തലിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വളരെ ശ്രമകരമായി വേർതിരിച്ചെടുക്കപ്പെടുകയാണ് പ്രിസിയോഡൈമിയവും നിയോഡൈമിയവും. ഗ്രീക്ക് ഭാഷയിൽ പ്രിസിയോ എന്ന് പറഞ്ഞാല് നമ്മുടെ ആദ്യത്തേത് എന്നുള്ള അർത്ഥം. ആദ്യമായിട്ട് വേർതിരിച്ച് എടുക്കപ്പെടുന്നത് പ്രിസിയോഡൈമിയത്തെയാണ്. നമ്മുടെ മൂലക പട്ടികയിൽ 59ാമത്തെ മൂലകമാണ് പ്രിസിയോഡൈമിയം. രണ്ടാമത് വരുന്നത് പുതിയത് എന്നർത്ഥമുള്ള നിയോ, അതും ഗ്രീക്ക് ഭാഷയാണ്. അവരുടെ ഭാഷയിൽ നിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ന്യൂ ഇംഗ്ലീഷിലെ ന്യൂ എന്ന് സമാനതകളുള്ള ഒരു ഭാഷയാണ് നിയോ എന്നത്. പുതിയത് എന്ന അർത്ഥത്തിൽ നിയോഡൈമിയം. ഡൈമിയം എന്ന് പറഞ്ഞാൽ ഇരട്ടകൾ എന്നാണ് അർത്ഥം. പുതിയത് എന്നർത്ഥമുള്ള നിയോഡൈമിയം. അതാണ് അന്നു മുതലാണ് നമ്മുടെ നിയോഡൈമിയം മാഗ്നറ്റിന്റെ മനുഷ്യകുലത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന വിവിധ തുറകളിലൂടെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന നിയോഡൈമത്തിന്റെ ഉത്ഭവം അവിടെയാണ്. ഇനി കാന്തങ്ങൾ എന്ന് പറയുമ്പോൾ കൃത്രിമകാന്തവും പ്രകൃതിദത്ത കാന്തവും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കൃത്രിമകാന്തങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ നാം ഈ കാണുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിലെ ഉപയോഗം. ഈ കൃത്രിമകാന്തങ്ങൾ എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാക്കുന്ന കൃത്രിമകാന്തങ്ങൾ സ്ഥിരകാന്തങ്ങൾ എന്ന ഗണത്തിലാണ് നമ്മുടെ നിയോഡൈമിയം മാഗ്നറ്റ് വരുന്നത്. സ്ഥിരകാന്തമാണ്. അതിന്റെ കാന്തികത നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ ചൂടാക്കുകയോ നനക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ അതിന്റെ കാന്തികത നഷ്ടപ്പെടില്ല. അത് പ്രോസസ്സ് ചെയ്തെടുത്ത ഒരു കാന്തമായത് കൊണ്ടാണ് നമ്മൾ അതുപോലുള്ള ഒരു സംരക്ഷണം വേണമെന്ന് പറയുന്നത്. ചൂടാക്കാനും നനക്കാനും പാടില്ല. സ്ഥിരകാന്തത്തിന്റെ ഗണത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന സ്ഥിരകാന്തങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയൺ, ബോറോൺ എന്നീ ലോഹങ്ങൾ, അല്ലെങ്കിൽ നിക്കൽ, അയൺ, അലൂമിനിയം എന്നീ ലോഹങ്ങൾ, നിക്കൽ, അലൂമിനിയം, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ എന്ന് പറഞ്ഞ ഇതൊക്കെ മൂലക ലോഹങ്ങളാണ്. അൽനിക്കോ എന്ന് പറയുന്ന അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ 3 ലോഹ സങ്കരങ്ങളുടെ ഒരു ലോഹരൂപമായിട്ടുള്ള അൽനിക്കോ. ഈ അൽനിക്കോ എന്ന് പറയുന്ന ലോഹ രൂപത്തിന് പുറത്തൂടെ, അത് ഏത് രൂപമാകാം, വട്ടത്തിലുള്ളതാകാം, വളയ രൂപത്തിലുള്ളതാകാം, ദണ്ഡ് രൂപത്തിലുള്ളതാകാം, ഏതോ രൂപമായിക്കോട്ടെ, ഏതെങ്കിലും രൂപത്തിലുള്ള അൽനിക്കോ എന്ന 3 ലോഹങ്ങൾ ചേർന്നിട്ടുള്ള ലോഹസങ്കര രൂപകത്തിനു പുറത്തുകൂടെ നേരത്തെ പറഞ്ഞതുപോലുള്ള വൈദ്യുത വലയങ്ങൾ, അതായത് കമ്പിച്ചുരുളുകൾ ഘടിപ്പിച്ച് അതിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ രൂപപ്പെടുന്ന ഈ കാന്തികത ഈ ലോഹത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ആ ലോഹം ഒരു സ്ഥിരകാന്തമായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് കൃത്രിമമായിട്ടുള്ള സ്ഥിരകാന്തം നിർമ്മിക്കുന്നത്. സ്ഥിരകാന്തം അല്ലെങ്കിൽ കാന്തം എന്നത് ഒരു ഡൈനാമിക് പ്രക്രിയയുടെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു. അത് ഭൂമിക്കടിയിൽ നടക്കുന്ന ഒരു ഡൈനാമിക് പ്രക്രിയയാണ്. നമ്മുടെ സ്പീക്കറുകളിൽ ഉപയോഗിക്കുന്ന കാന്തം, സ്പീക്കറുകളിൽ 2 തരം കാന്തം ഉണ്ട്. ഒന്ന് താൽക്കാലിക കാന്തവും ഒന്ന് സ്ഥിരകാന്തവും. എന്നെ കേൾക്കുന്ന നിങ്ങളിലേക്ക് എന്റെ ശബ്ദം എത്തുന്നത് ഒരു മൈക്രോഫോണിലൂടെയാണ്. എന്റെ ശബ്ദം മൈക്രോഫോൺ പിടിച്ചെടുക്കുകയും നിങ്ങളുടെ ചെവികളിലേക്ക് എത്തുന്നത് ഒരു സ്പീക്കറിലൂടെയും. രണ്ടിലും നടക്കുന്നത് ഒരു ഡൈനാമിക് പ്രവർത്തനമാണ്. ഡൈനാമോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്ഥിരകാന്തത്തിന്റെ അകത്ത് ഒരു താൽക്കാലിക കാന്ത കമ്പിച്ചുരുൾ സ്ഥാപിക്കും. അതിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ
അവിടെ രണ്ടു തരം കാന്ത ബലങ്ങൾ രൂപപ്പെടുന്നു. അതായത് സൗത്തും നോർത്തും ഒരേ ധ്രുവങ്ങൾ തമ്മിൽ വികർഷിക്കുന്ന ഒരു പ്രക്രിയയാണ് സ്പീക്കറുകളിൽ നടക്കുന്നത്. സ്ഥിരകാന്തത്തിനകത്ത് സ്ഥാപിച്ചിട്ടുള്ള കമ്പിച്ചുരുളുകളിലൂടെ വൈദ്യുത തരംഗം കടന്നു പോകുമ്പോൾ ഈ കമ്പിച്ചുരുൾ പ്രകമ്പനം കൊള്ളുകയാണ്, വിറക്കുകയാണ്, ചലിക്കുകയാണ്. ആ കമ്പിച്ചുരുളിൽ ഘടിപ്പിച്ചു വെച്ചിരിക്കുന്ന ഡയഫ്രം എന്ന് പറയുന്ന നമ്മൾ പുറത്തുനിന്ന് കാണുന്ന സ്പീക്കറിന്റെ ആ ഭാഗം ഡയഫ്രം അതിശക്തമായിട്ട് ചലിക്കുകയും ചെറിയ ശബ്ദത്തെ വലിയ ശബ്ദരൂപത്തിൽ നമ്മുടെ കാതുകളിൽ എത്തിക്കുകയാണ് സ്പീക്കറുകളിൽ നടക്കുന്ന കാന്തിക ഡൈനാമിക് പ്രവർത്തനം. മൈക്രോഫോണിലാണെങ്കിൽ ഇതേപോലെ നേരെ തിരിച്ചുള്ള ഒരു പ്രക്രിയയാണ്. നമ്മുടെ ശബ്ദതരംഗങ്ങൾ മൈക്രോഫോണിലുള്ള വളരെ ചെറിയ ഡയഫ്രത്തിൽ ചെന്ന് പതിക്കുകയും ഈ ഡയഫ്രം ചലിക്കുകയും ആ ഡയഫ്രം ഒരു കാന്ത ഫീൽഡിനകത്ത് നിന്നും ചലിക്കുമ്പോൾ ആ ഒരു കമ്പിച്ചുരുളാണ് ഈ ഡയഫ്രത്തിന്റെ അറ്റത്തുണ്ടാവുക. സ്പീക്കറിന്റെ അതേ രൂപം തന്നെയാണ്. ഈ കമ്പിച്ചുരുൾ അവിടെ വെച്ചിട്ടുള്ള സ്ഥിരകാന്തത്തിനകത്ത് നിന്നും ചലിക്കുമ്പോൾ ആ കമ്പിച്ചുരുളിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവുന്നു. ജനറേറ്ററിന്റെ തത്വം ഇതാണ്. ആ കമ്പിച്ചുരുളിൽ രൂപപ്പെടുന്ന വൈദ്യുതി ആംപ്ലിഫിക്കേഷനിലൂടെ ഒരു സ്പീക്കറിൽ എത്തുമ്പോൾ ഇവിടുന്ന് ഞാൻ പറയുന്ന ശബ്ദം നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുകയാണ്. ഡൈനാമിക് പ്രവർത്തനമാണ്. ഇത്തരം അതിബൃഹത്തായിട്ടുള്ള മനുഷ്യകുലത്തിന് ഏറ്റവും പരമപ്രധാനവും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായിട്ടുള്ള നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ് കാന്തം എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഒട്ടുമിക്ക പുതിയ ഇലക്ട്രോണിക് ഡിവൈസുകളിലും ഇപ്പോൾ നിയോഡൈമം മാഗ്നറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ ലോകത്ത് ഭൂമുഖത്ത് എന്ന് വേണം പറയാൻ, ഇന്ന് ഏറ്റവും ശക്തിമത്തായ കാന്തം ഏതാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, നിയോഡൈമം മാഗ്നറ്റ് ആണ്. ഇന്ന് ഏറ്റവും വിലയേറിയ കാന്തം ഏതാണെന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരവും അത് തന്നെ, നിയോഡൈമം മാഗ്നറ്റ്. അപ്പോ കാന്തം ഉപയോഗിച്ചുള്ള ചില ശാസ്ത്ര കാര്യങ്ങളൊക്കെ ഞാനിവിടെ വിശദീകരിച്ചു. അപ്പോ ഇനി സ്ഥിരകാന്തങ്ങളെ കുറിച്ചും പറഞ്ഞു. രണ്ടു തരമുണ്ട്. കുറച്ചും കൂടി ചുരുക്കുകയാണ്. കാന്തം ഇന്ന് മനുഷ്യന്റെ ഒരു സന്തത സഹചാരിയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാകൃത മനുഷ്യർ അന്നത്തെ കാലത്ത് വനാന്തരങ്ങളിൽ ജീവിക്കുന്ന അവർ ഒരു പ്രത്യേകതരം കല്ല് രൂപത്തിലുള്ള ഒരു സാധനം കണ്ടെത്തുകയാണ്. അതിനെ എടുത്ത് മിനുക്കി അവർ ഭംഗിയുള്ള ഒന്നായതുകൊണ്ട് ആഭരണ രൂപത്തിൽ ശരീരത്തിൽ അണിയാൻ തുടങ്ങി. എന്നാൽ ഇത് ശരീരത്തിൽ അണിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അവർ മനസ്സിലാക്കുകയും പിന്നീട് ഇലകൾ കൊണ്ടുള്ള മാലകൾ ഉണ്ടാക്കി ധരിച്ചതിന് ശേഷം അതിന് മുകളിൽ ഈ പറയുന്ന കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പകരം നേട്ടങ്ങൾ ഉണ്ടാകുന്നതായി ബോധ്യപ്പെടുക. നൂറ്റാണ്ടുകളിലൂടെ അനുഭവിച്ചറിഞ്ഞ ഒരു ഗുണമാണ് ഞാൻ ഈ പറയുന്നത്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ല. ഈ അറിവ് അവർ വീണ്ടും ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ കൈമാറുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കൊറിയ, ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ അവർ കാന്തശക്തി ഉപയോഗിച്ചുള്ള ഒരു തെറാപ്പി സിസ്റ്റം ആരംഭിക്കുന്നത്. അവിടെ നമ്മുടെ നാട്ടുവൈദ്യം പോലെ ഉള്ള ഒരു വൈദ്യമാണ് മാഗ്നറ്റ് തെറാപ്പി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ കൈമാറി വന്നിട്ടുള്ള ഈ കാന്തിക ശക്തിയെ ഏകദേശം BC 800-കളിൽ, അതായത് 2825 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യം ഏതാണെന്ന് അറിയില്ല, മഗ്നീഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പുതിയ ധാതു രൂപത്തെ കണ്ടെത്തുകയാണ്. അന്നത്തെ പ്രാകൃത മനുഷ്യരാണ്. അതിനെ അവർ മഗ്നീഷ്യ എന്നുള്ള വാക്കിനോട് ചേർത്ത് മാഗ്നറ്റൈറ്റ് എന്ന് വിളിച്ചു. മാഗ്നറ്റൈറ്റ്. ഈ മാഗ്നറ്റൈറ്റ് എന്ന പേരിൽ നിന്നാണ് മാഗ്നറ്റ് എന്ന ഇന്നത്തെ പേരുണ്ടായത് എന്നാണ് വിവരം.
ഈ മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവര് ആദ്യം ആ മാഗ്നറ്റിനെ നിരീക്ഷിച്ചപ്പോൾ അവരൊരു ചരടിൽ കോർത്ത് കെട്ടിത്തൂക്കി, ശൂന്യതയിൽ കെട്ടിത്തൂക്കിയ അവസരത്തിൽ ഇത് ഒരു പ്രത്യേക ദിശയെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതായി അവർക്ക് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു ദണ്ഡരൂപത്തിലുള്ള ഒരു കാന്തം അതൊരു പ്രത്യേക ദിശയെ കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കുന്നത്, എങ്ങനെ കറക്കി വിട്ടാലും അതേ ദിശയിലേക്ക് തന്നെ വരുന്നത് മനസ്സിലാക്കിയപ്പോൾ അവരതിനെ ലീഡ് സ്റ്റോൺ എന്ന് വിളിച്ചു. ഈ ലീഡ് സ്റ്റോണ് പോയി നിൽക്കുന്ന ദിശയാണ് ഒന്ന് തെക്ക്, മറ്റേത് വടക്കായിരിക്കുമല്ലോ. അങ്ങനെയാണ് കാന്തത്തിന്റെ സൗത്ത് നോർത്ത് പോൾ ഉണ്ടാകുന്നത്. പോൾ ഉണ്ടാകുന്നതല്ല, ഉണ്ടായതാണ്, പ്രകൃതിദത്തമാണ്, അത് കണ്ടെത്തുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഇതിന്റെ പ്രത്യേകതകൾ, ഇത്തരം പ്രത്യേകതകൾ നിരന്തരം തിരിച്ചറിഞ്ഞ മനുഷ്യൻ അതെങ്ങനെ മനുഷ്യന് ഗുണകരമായി ഉപയോഗപ്പെടുത്താം എന്നുള്ള അവരുടെ അടങ്ങാത്ത ത്വരയിൽ നിന്നും ആഗ്രഹത്തിന്റെയും ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ കൈകളിൽ അണിഞ്ഞു നടക്കുന്ന ഈ നിയോഡൈമിയം മാഗ്നറ്റിന്റെ ഉപയോഗത്തിലേക്കും കണ്ടെത്തലുകളിലേക്കും ഒക്കെ നയിച്ചിട്ടുള്ള പ്രേരക ഘടകം എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ലീഡിംഗ് സ്റ്റോൺ, ഈ ലീഡിംഗ് സ്റ്റോണിന്റെ പ്രത്യേകത തെക്ക് വടക്ക് ദിശയിൽ കേന്ദ്രീകരിച്ച് നിൽക്കാനുള്ള ഒരു പ്രത്യേകത. പിന്നീട് നമ്മുടെ എർത്ത് ഈസ് എ ബിഗ് മാഗ്നറ്റ്, നമ്മുടെ വില്യം ഗിൽബർട്ട് എന്ന ശാസ്ത്രജ്ഞൻ നമ്മുടെ ചന്ദ്രമാഷ് സ്ഥിരമായിട്ട് പ്രയോഗിക്കുന്ന ഒരു പേരാണ്. അങ്ങനെയാണ് ഞാൻ ആ പേര് പഠിക്കുന്നതും കേൾക്കുന്നതും അതേക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്. വില്യം ഗിൽബർട്ട് ഭൂമി ഒരു വലിയ കാന്തമാണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് അത് കണ്ടെത്തിയത്. ഭൂമിയുടെ പുറംപാളിയായിട്ടുള്ള ക്രസ്റ്റിൽ ഏകദേശം 10,000 അടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മൂലകമാണ് നിയോഡൈമിയം. നിരവധി മൂലകങ്ങൾ അടങ്ങിയ മൂലക സങ്കരത്തിൽ നിന്നും ഈ നിയോഡൈമിയത്തെ വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് അതിസങ്കീർണമായിട്ടുള്ള അതിവിപുലമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് ശേഖരിച്ച് നിരന്തരമായിട്ടുള്ള വേർതിരിക്കൽ പ്രക്രിയയിലൂടെ അത് വേർതിരിച്ചെടുത്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഈ രൂപത്തിലേക്ക് വന്നത്. ഈ കാന്തം മുമ്പ് ചികിത്സക്ക് ഉപയോഗിക്കുന്ന കാലത്ത് വളരെ വലിയ ഒരു രൂപത്തിലായിരുന്നു. മുമ്പത്തെ ജപ്പാൻ കിടക്കയും ജപ്പാൻ വളയും എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വലിയ കാന്തങ്ങൾ ഉപയോഗിച്ചായിരുന്നു. നമ്മുടെ പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ ഈ കാന്തം നാനോ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി വളരെ ചെറുതാക്കിയാണ് ഉപയോഗിക്കുന്നത്. നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നാനോ എന്ന് പറയുമ്പോൾ ഓടി വരുന്നത് നാനോ കാറാണ്. ടാറ്റയുടെ സിംഗൂരും നാനയും ബംഗാളും ഒക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. നാനോ എന്ന് പറഞ്ഞാല് 4 പേര് സഞ്ചരിക്കുന്ന ഒരു വലിയ 2 ഭാഗവും മുമ്പും പിമ്പും ഉന്തിയിട്ടുള്ള ഒരു കാറ്, അതിനെ അതേ 4 പേർക്ക് സഞ്ചരിക്കാവുന്ന രൂപത്തിൽ വളരെ ചെറിയ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തു. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ അതിന്റെ അതേ പവറോടുകൂടി അതേ കഴിവോടുകൂടി വളരെ ചെറുതാക്കി രൂപപ്പെടുത്തിയെടുക്കുന്ന ശാസ്ത്രമാണ് നാനോ ടെക്നോളജി എന്നത്. അതുപോലെ തന്നെയാണ് വലിയൊരു കാന്തത്തെ അതിന്റെ അതേ പവറോടുകൂടി അതേ ഗുണത്തോടുകൂടി വളരെ ചെറിയ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന സമ്പ്രദായമാണ് നാനോ ടെക്നോളജി. അങ്ങനെയാണ് നമ്മുടെ ഈ കാന്തത്തെ ഇത്രയും ചെറിയ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയും വളരെ ചെറിയ രൂപത്തിലേക്ക് മാഗ്നറ്റോ തെറാപ്പിയുടെ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുകയും മനുഷ്യന് ഒരു രോഗിക്ക് അനായാസം ഉപയോഗിക്കുകയും ചെയ്യാവുന്ന രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവന്നത്. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ ഈ ബയോടോറിയത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ഉടമസ്ഥനായിട്ടുള്ള നമ്മുടെ മിസ്റ്റർ സാഗർ ജോഷി സാറിനോട്. സാഗർ ജോഷി സാറിന്റെ പ്രബന്ധവും അതിന് മദർ തെരേസ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഡോക്ടറേറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഈ നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ട്
രൂപപ്പെടുത്തിയെടുത്ത വിപണിയിൽ ലഭ്യമായ ഈ ചെറുകാന്തത്തെ ഉപയോഗിച്ച് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ള ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ ലോകത്തിന് തന്നെ വലിയൊരു സംഭാവന നൽകി എന്നാണ് പറയാനുള്ളത്. ഇത്തരം ഒരു പ്രൊഡക്റ്റ് വന്നില്ലായിരുന്നെങ്കിൽ എന്നെ പോലുള്ള വർഷങ്ങളോളം ചികിത്സിച്ചിട്ടും രോഗങ്ങൾ മാറാതെ പുതിയ പുതിയ രോഗങ്ങളിലേക്ക് അത് കൊണ്ട് ചെന്നെത്തിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും മനുഷ്യകുലത്തിനെ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ കഴിയുമായിരുന്നു എന്നത് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സാധ്യമാവില്ല എന്ന് തന്നെയാണ്. നമ്മൾ ഓരോ രോഗികൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് വെറും ചികിത്സയല്ല, ഒരു ജീവനും ജീവിതവുമാണ് എന്ന ഒരു തിരിച്ചറിവാണ് നമുക്കിവിടെ ഉണ്ടാകേണ്ടത്. ആ തിരിച്ചറിവിൽ നിന്ന് തന്നെയായിരിക്കണം നമ്മൾ ഈ കാന്തത്തെ പരിചയപ്പെടുത്തേണ്ടതും ഈ ശാസ്ത്രത്തെ ബോധ്യപ്പെടുത്തേണ്ടതും ഈ ചികിത്സയെ ബോധ്യപ്പെടുത്തേണ്ടതും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പിന്നെ കാളോർ വോൺ വെൽസ്ബേക്ക് എന്ന ഈ മനീഷിയായിട്ടുള്ള ശാസ്ത്രജ്ഞൻ, അദ്ദേഹം കണ്ടെത്തി നമുക്ക് സമ്മാനിച്ച, ലോകത്തിന് സമ്മാനിച്ച വളരെ ബൃഹത്തായ അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു ഊർജത്തെ ഇന്ന് ശരീരപരമായ ഡിസോർഡറുകളെ ഓർഡറാക്കാൻ സഹായിക്കുന്ന ഒന്നായി മാറുകയും മനുഷ്യകുലത്തിന് തന്നെ അത് ഏറ്റവും വലിയ നേട്ടമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. ലാന്തനൈസ് മൂലക കുടുംബത്തിലാണ് നമ്മുടെ നിയോഡൈമിയം മാഗ്നറ്റ് വരുന്നത്. ലാന്തനൈസ്ഡ് മൂലക കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക ആറ്റമിക് കുടുംബമാണ്. അത് മൂലകപ്പട്ടിക, നമ്മുടെ മൂലകപ്പട്ടികയിൽ 57 മുതൽ 71 വരുന്ന അത്രയും മൂലക ഗണത്തിൽ വരുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ലാന്തനൈസ്ഡ് മൂലകങ്ങൾ എന്നത്. ഈ മൂലകങ്ങൾക്ക് മറ്റു മൂലകങ്ങളെ അപേക്ഷിച്ച് പ്രത്യേക സവിശേഷ ഗുണങ്ങളുണ്ട്. അത്തരം ഒരു ഗുണമാണ് നമ്മുടെ ശരീരത്തിൽ ഇത് സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാക്കുന്ന പ്രത്യേകത. എങ്ങനെയാണ് ഈ നിയോഡൈമിയം മാഗ്നറ്റ് നമ്മുടെ ശരീരത്തിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നത് എന്നാണ് ഇനി ഇവിടെ വിശദീകരിക്കാനുള്ളത്. മനുഷ്യ ശരീരത്തിൽ രോഗാവസ്ഥയ്ക്ക്, ഏത് രോഗമായാലും രോഗാവസ്ഥയ്ക്ക് നിദാനമായ കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തന പ്രക്രിയകളുടെ ക്രമം തെറ്റിയുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസോർഡർ എന്ന് പറയാം. ഇത്തരം ഡിസോർഡറുകളാണ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കും കാരണം. വെൽസ്ബേക്ക് നിയോഡൈമിയത്തെ വേർതിരിച്ചെടുത്ത ആ കാലത്ത് 1885 എന്ന് ഞാനിവിടെ പറഞ്ഞു. ആ കാലത്ത് അദ്ദേഹം ഈ 2 മൂലകദ്വയങ്ങളെ വേർതിരിച്ചെടുത്തതിന് ശേഷം നിയോഡൈമിയത്തെ കുറിച്ച് പ്രത്യേക പഠനം നടത്തുകയാണ്. അതിന്റെ സവിശേഷ ഗുണങ്ങളെ അയാൾ തിരിച്ചറിയുകയാണ്. നിയോഡൈമിയം എന്ന മൂലകത്തിന് അത് ശരീരത്തിൽ നേരിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ദോഷമാണ് എന്ന് ഞാൻ നേരത്തെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ നിയോഡൈമിയം മാഗ്നറ്റ് ശരീരത്തിൽ സമ്പർക്കത്തിൽ വരുമ്പോൾ അതെങ്ങനെയാണ് സമ്പർക്കത്തിൽ വരുത്തുക? ദോഷമുള്ള ഒരു സാധനമാണെങ്കിൽ ശരീരത്തിൽ എങ്ങനെയാണ് സമ്പർക്കത്തിൽ വരുത്തുക? അയൺ ബോറോൺ എന്നീ മൂലകങ്ങൾ കൂടി ചേർത്ത്, നിയോഡൈമിയത്തിന്റെ കൂടെ അയൺ ബോറോൺ എന്നീ മൂലകങ്ങൾ കൂടി ചേർത്ത് ഇതിനെ നിക്കൽ എന്ന ലോഹത്തിന്റെ ഒരു കവറിങ്ങിലൂടെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ഇതൊരു പൊടി രൂപത്തിലുള്ള ഒരു കാന്തിക ശക്തിയുള്ള പൊടി രൂപത്തിലുള്ള ഒരു മൂലകമാണ്. ഇതിനെ അയൺ ബോറോൺ എന്നീ ലോഹമൂലകങ്ങൾ കൂടി ചേർത്ത് നിക്കൽ കോട്ടിങ്ങിലൂടെ ആണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. നിക്കൽ എന്ന ലോഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്.
നിക്കൽ എന്ന ലോഹം കാന്തിക ശക്തിയെ നല്ലവണ്ണം ആഗിരണം ചെയ്യാനും അതേപോലെ നിലനിർത്താനും അതേപോലെ പ്രസരിപ്പിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു പ്രത്യേക ലോഹമാണ് നിക്കൽ. ഈ നിക്കൽ കോട്ടിങ്ങിനകത്താണ് നമ്മുടെ ഈ ശരീരത്തിന് ദോഷം, നേരിട്ട് സമ്പർക്കത്തിലായാൽ ദോഷം എന്ന് പറയുന്ന നിയോഡൈമ്യം ഉള്ളത്. അപ്പോൾ നിക്കലിലൂടെയാണ് ഈ കാന്തിക ശക്തി നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇലകൾ ധരിച്ചതിന് ശേഷം, ഇലകൾ കൊണ്ടുള്ള മാലകൾ ധരിച്ചതിന് ശേഷം അതിന് മേലെ ഈ കാന്തിക മാലകൾ, ആഭരണങ്ങൾ അണിഞ്ഞു, പൂർവികർ അങ്ങനെ അണിഞ്ഞുപയോഗിച്ചു, അനുഭവത്തിലൂടെ കണ്ടെത്തുകയാണ് എന്ന്. പ്രാകൃത കാലത്താണ്, യുഗത്തിലാണ്, ശാസ്ത്രം വികസിക്കാത്ത കാലത്താണ്. അതും ഇതും വെച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന വെളുത്ത രൂപത്തിലുള്ള നിയോഡൈമിയം മാഗ്നറ്റ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇത് ശരീരത്തിൽ സമ്പർക്കത്തിൽ വരുമ്പോൾ, മനുഷ്യ ശരീരത്തിൽ സമ്പർക്കത്തിൽ വരുമ്പോൾ ശരീരത്തിലെ ഡിസോർഡറുകൾക്ക് നിദാനമായ അമിതമായ ശരീരോഷ്മാവ്, ഈ അമിതമായ ശരീരോഷ്മാവിനെ കുറച്ചു കൊണ്ടുവരാൻ ഇതിന്റെ പ്രേരണയാൽ സാധിക്കുന്നു. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പോയിന്റാണ് ഞാനിവിടെ പറയുന്നത്. ശരീരത്തിന്റെ വർദ്ധിച്ച ഊഷ്മാവ് അതിനെ താഴ്ത്തിക്കൊണ്ടുവരാൻ നിയോഡൈമിയം മാഗ്നറ്റിന്റെ ശരീരത്തിലെ സ്വാധീനത്താൽ സാധിക്കുന്നു. രണ്ടാമത് രക്തപര്യന വ്യവസ്ഥയുടെ കാര്യമാണ്. രക്തപര്യന വ്യവസ്ഥയെ, ബ്ലഡ് സർക്കുലേഷൻ, അതിനെ സജീവമാക്കുന്നതിന് നിയോഡൈമിയം മാഗ്നറ്റ് ശരീരത്തിൽ സമ്പർക്കത്തിലാവുമ്പോൾ സാധിക്കുന്നു. മൂന്നാമത്തേത് രക്തത്തിലെ ഓക്സിജന്റെ നില അതിനെ വളരെ കൃത്യമായ സമ്പുഷ്ടീകരിച്ചുകൊണ്ട് നിലനിർത്താൻ സഹായകരമാകുന്നു നിയോഡൈമിയം മാഗ്നറ്റിന്റെ ശരീരത്തിലുള്ള സ്വാധീനത്താൽ. വർദ്ധിച്ച ഊഷ്മാവിനെ കുറക്കുന്നു, രക്തപര്യവന വ്യവസ്ഥ സജീവമാക്കുന്നു, ഓക്സിജന്റെ അളവ് സമ്പുഷ്ടമാക്കുന്നു. ഇന്ന് വൈദ്യശാസ്ത്രം പറയുന്നു എല്ലാ രോഗങ്ങൾക്കും കാരണം, 5 വൈദ്യശാസ്ത്രം പ്രബലമായിട്ടുള്ള ഇന്ത്യയിൽ നമുക്ക്, അതിൽ ഇംഗ്ലീഷുകാർ സമ്മാനിച്ച അലോപ്പതി ഇന്ന് മുന്നിൽ നിൽക്കുന്നു. അലോപ്പതിയെ പൂർണ്ണമായിട്ടും നമുക്ക് ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നിനെയും പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ വൈദ്യശാസ്ത്രങ്ങളൊക്കെ പറയുന്നു ശാരീരികപരമായിട്ടുള്ള ഡിസോർഡറാണ് എല്ലാ രോഗങ്ങൾക്കും മൂല കാരണം എന്നത്. അപ്പൊ ശാരീരികമായിട്ടുള്ള ഡിസോർഡറുകളെ പരിഹരിക്കാൻ നിയോഡൈമ്യത്തിന്റെ കാന്തിക ശക്തിയാൽ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒട്ടുമിക്ക രോഗങ്ങൾക്കും പരിഹാരമായി നിയോഡൈമിയം മാഗ്നറ്റിന്റെ ഉപയോഗത്തിലൂടെ സാധിക്കും എന്ന് തന്നെയാണ് ഈ 2 ശാസ്ത്രശാഖയും പരസ്പര ബന്ധിതമായി പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ള നിരവധി ഡോക്ടേഴ്സ് ഇന്ന് നിയോഡൈമ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത് നമുക്ക് അനുഭവമാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ സമയം ഇവിടെ അധികരിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഓർത്തതും വിചാരിച്ചതും ഒന്നും എനിക്കിവിടെ പറയാൻ കഴിഞ്ഞിട്ടില്ല. സമയം വേഗം അങ്ങ് പോയതുപോലെ തോന്നുകയാണ്. ശാരീരികമായ ഡിസോർഡറുകളെ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ അവതരിച്ചിട്ടുള്ള ഈ നിയോഡൈമിയം മാഗ്നറ്റ്, പ്രത്യേകിച്ച് ഈ ബയോട്ടോറിയം ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന നിയോഡൈമിയം മാഗ്നറ്റ് പ്രൊഡക്റ്റുകൾ പരമാവധി എല്ലാ ആളുകളിലും എത്തിക്കാൻ വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയിൽ, ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയും കടമയുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരവസരത്തിൽ ബാക്കി കാര്യങ്ങൾ കൂടി പറയാനുള്ള ഒരു അവസരം എനിക്കിവിടെ ലഭിക്കും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ
ഈ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ശരി. താങ്ക് യു പുരുഷോത്തമൻ സർ. ഗ്രേറ്റ്. എങ്ങനെ വന്നു എന്നതിലല്ല, എന്ത് ചെയ്യുന്നതില്ല എന്നതിലാണ് കാര്യം. പുരുഷോത്തമൻ സാർ വന്ന വഴികളൊക്കെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. ശക്തമായി എതിർത്തുകൊണ്ടാണ് വന്നതെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മള് ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരുമ്പോ നമ്മൾ ഇത്ര മാത്രം പഠിക്കണമെന്ന് പലർക്കും സംശയം ഉണ്ടാവാം. പക്ഷെ ഇനിയുള്ള ഒരു കാലഘട്ടം നമുക്ക് കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആധികാരികതയുള്ള ആരോഗ്യ മേഖലയിലുള്ള ഒരുപാട് പേരെ നമുക്ക് ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇതുവരെ 2020 നമ്മുടെ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് ഈ ബയോട്ടോറം എന്ന കമ്പനി വന്നപ്പോ ഇത് ഏറ്റെടുത്തത് ഡയറക്ട് സെല്ലേഴ്സ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനി 3-4 വർഷം നിലനിൽക്കും, അത് പോകും. ഇപ്പൊ നമ്മള് പണ്ട് ആദ്യം വന്ന സമയത്ത് തന്നെ ചെയ്ത ഡയറക്ട് സെല്ലേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ കമ്പനി ഉണ്ടോ എന്ന ചോദ്യത്തിലേക്കാണ് അവർ എത്തുന്നത്. പക്ഷെ ഈ ബയോട്ടോറം എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് ഇനി കടന്നു വരാൻ പോകുന്നത് ഹൈ പ്രൊഫഷണലുകളാണ്. അതിന്റെ ഒരു തെളിവാണ് നമുക്ക് ഈ അടുത്ത കാലത്തൊക്കെ കാണാൻ കഴിയുന്നത്. ഡോക്ടേഴ്സുമാർ വന്നു, അതുപോലെ തന്നെ അധ്യാപകർ ഇതിലേക്ക് കടന്നു വരികയാണ്. അപ്പോ ഒരു വലിയ മുന്നേറ്റത്തിന്റെ പാതയിലാണ് നമ്മളെ ഇപ്പോ ഒരു വലിയ ഹൈവേ വെട്ടിത്തെളിച്ച് കുറച്ചു പേര് പോയിട്ടുണ്ട്. അവര് കുഴിച്ച കുണ്ടും കുഴികളൊക്കെ നികത്തിക്കൊണ്ടു പോകുന്ന ഒരു ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. പലർക്കും പ്രൊഡക്റ്റ് കൊടുത്ത് എന്തിനാണ് വാങ്ങിയത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പോലും അറിയാതെ പല വീടുകളിലും കിടക്കുന്നുണ്ട്. അതൊക്കെ പുനരുപയോഗപ്പെടുത്തേണ്ട ദൗത്യം നമ്മളിലാണ്. അത്തരം ഒരു ദൗത്യം ഏറ്റെടുത്ത വ്യക്തികളാണ്. ഇതിനെപ്പറ്റി പഠിക്കുക, ഇതിന്റെ റിസൾട്ടുകൾ കൃത്യമായി മനസ്സിലാക്കുകയൊക്കെ ചെയ്ത ആൾക്കാരാണ് നമ്മളൊക്കെ. ഡയറക്ട് സെല്ലിംഗ് എന്ന ഇതിലപ്പുറം ഒരു മനുഷ്യ സമൂഹത്തിന് നന്മ ചെയ്യുന്ന, നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അസുഖങ്ങളെ അവരുടെ ജീവിത ശൈലിയോടെ മാറ്റിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മിറാക്കിൾ ഉൽപ്പന്നമാണ് ഈ ബയോട്ടോറത്തിന്റെ മാഗ്നെറ്റോ തെറാപ്പി ഉൽപ്പന്നങ്ങൾ. ഇത് പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാന ദൗത്യം ഏറ്റെടുത്തതിന്റെ ഭാഗമാണ് നമ്മുടെ പുരുഷോത്തം സാർ ഇതിനെപ്പറ്റി പഠിക്കുകയും അദ്ദേഹത്തിന് കിട്ടി 21-ാം ദിവസം 5 വർഷത്തോളം കഴിച്ചിരുന്ന മരുന്നുകളിൽ നിന്ന് വിട പറഞ്ഞ് 21-ാം ദിവസം കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് തൈറോയ്ഡ് പൂർണ്ണമായി മാറിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമൽ ആയപ്പോ ഇതിനെപ്പറ്റി ആധികാരികമായി പഠിക്കുകയും അദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞാൽ പ്രാഥമികമായ വിദ്യാഭ്യാസം, ഒരു പ്രീ ഡിഗ്രിയോ അത്ര മാത്രം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും ഇതിനെപ്പറ്റി എഴുതി പഠിക്കുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് താങ്കളോട് വലിയൊരു ബഹുമാനം തോന്നുകയാണ്. അപ്പോൾ ആ ബഹുമാനം അറിയിക്കുകയാണ്. നമ്മുടെ ഇന്ന് ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറാണ്. മനോജ് സാറെ ആധികാരികമായിട്ട് വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. പ്ലീസ് മനോജ് സാർ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു പവിത്രൻ സാർ. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. 2 ദിവസമായിട്ട് യാത്രയിലായിരുന്നു. എല്ലായിടത്തും പ്രകൃതിയുടെ മാറ്റങ്ങളുണ്ട്, മഴയുണ്ട്, നല്ല തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ശരീരത്തിനെ ബാധിക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ മനസ്സിനെ ഇതൊന്നും ബാധിക്കില്ല. മനസ്സ് വേറൊരു ലെവലിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പുരുഷോത്തമൻ സാറാണ് നമ്മളായിട്ട് സംവദിച്ചത്. അദ്ദേഹം കഴിഞ്ഞ ശനിയാഴ്ചയും അദ്ദേഹത്തിന്റെ അനുഭവം ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രിയങ്കരനായ ചന്ദ്രൻ മാഷാണ് അദ്ദേഹത്തെ ഈ കോൺസെപ്റ്റിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ സുഹൃത്തു നിലയിൽ സ്വാഭാവികമായിട്ട് ക്ഷണിച്ചപ്പോൾ ഇതൊന്ന് കേൾക്കാൻ അദ്ദേഹം പോയപ്പോൾ അവിടെ ഉണ്ടായ കോലാഹലങ്ങളെ കുറിച്ച് പവിത്രൻ സാർ ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി കാണും അന്ന് തന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോ നിയോഡൈമി എന്താണെന്നും കാന്ത ചികിത്സ എന്താണെന്നും അറിയാതെ അദ്ദേഹം വന്ന ആളുകളെ മുഴുവൻ മുൾമുനയിൽ നിർത്തി എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തപ്പോ അത് പഠിക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഇങ്ങനെ അന്ധമായി എതിർക്കും, പക്ഷെ പഠിക്കാൻ തയ്യാറാകില്ല. ആ എതിർപ്പുകൾ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവര് അതേ അവസ്ഥയിൽ നിൽക്കും, വീണ്ടും വീണ്ടും അവർ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറാകണം. നമുക്കറിയാം, ലോകത്ത് പുരോഗതി വന്നപ്പോ
എല്ലാവരും മാറ്റം ആർക്കും ഇഷ്ടമല്ല, നമുക്കും ഇഷ്ടമല്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നമുക്ക് ഇഷ്ടമല്ല. വലത് കൈ കിട്ടുന്ന വാച്ച് ഇടത് കൈ കെട്ടാനും ഇടത് കൈയിൽ കിട്ടുന്ന വാച്ച് വലത് കൈ കെട്ടാനും നമുക്ക് പറ്റത്തില്ല, അല്ലെ? ഈ കണ്ണട ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന അമിതാഭ് മേഡത്തിന് കുറച്ച് നേരം തലയിലേക്ക് ഒന്നും വെക്കാൻ പറഞ്ഞാൽ പറ്റത്തില്ല, അല്ലെ? തലയിൽ കണ്ണട വെക്കുന്ന ആളുകളുണ്ട്. അവര് വായിക്കുമ്പോ മാത്രം കണ്ണിലേക്ക് എടുത്തു വെക്കും, ബാക്കി സമയത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കും അവര്, ഇല്ലേ? അപ്പോ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നമുക്ക് പറ്റത്തില്ല. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വന്നപ്പോൾ ലോകം എതിർത്തിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തും കേരളത്തിലും ഒക്കെ അറിയാം. പക്ഷെ പിന്നീട് നമ്മളത് അംഗീകരിക്കുകയും അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷം ഉണ്ടാവുകയും നമ്മൾ പഠിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലാകുക എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹം വന്നപ്പോ ഇതെന്തോ തട്ടിപ്പാണ്, അല്ലെ? സത്യസായി ബാബ ഭസ്മം കൊടുക്കുമ്പോൾ ഇങ്ങനെ ആകാശത്ത് നിന്ന് കൈക്കിങ്ങനെ എടുത്ത് ഭസ്മം കൊടുക്കുന്ന പരിപാടിയാണെന്ന് വിമർശിച്ച അദ്ദേഹം എന്തുകൊണ്ട് ഇത്രയും ഇത് എക്സ്പ്ലെയിൻ ചെയ്തു? ഒരുപക്ഷെ നമ്മളിൽ പലരും പഠിക്കാത്ത രീതിയിൽ ഇത്രയും കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളത് അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മളെ പരിവർത്തനത്തിലേക്ക് എത്തിക്കുന്നത്. അറിവാണ് നമ്മളെ എന്താക്കുന്നത്, സക്സസിലേക്ക് എത്തിക്കുന്നത്. നോളജ് ഈസ് പവർ എന്ന് എപ്പോഴും നമ്മൾ പറയാറ്. അപ്പൊ എന്തായാലും നന്നായി പഠിച്ച് നിയോഡേമി എന്താണെന്നും മാഗ്നറ്റോതെറാപ്പി എന്താണെന്നും ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്നും ഒക്കെ പഠിച്ച് നല്ല രീതിയിൽ ഈ സബ്ജക്റ്റിൽ അവിടെ അവതരിപ്പിച്ച പ്രിയങ്കരനായ പുരുഷോത്തമൻ സാറിനുള്ള എല്ലാ നന്ദിയും ബഹുമാനവും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് അതാ പറയാനുള്ളത്, പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനിയും അദ്ദേഹം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കട്ടെ, എല്ലാവർക്കും മുതൽക്കൂട്ടാകുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഇവിടെ ഒന്ന് സംസാരിക്കാൻ സാധിക്കട്ടെ. നിങ്ങൾക്കും ഇതുപോലെ പഠിച്ചെടുക്കാം. ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിലൊക്കെ കയറി സെർച്ച് ചെയ്താൽ മതി. സമയം കിട്ടുന്ന ആളുകൾക്ക് അതൊക്കെ സെർച്ച് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിരവധി പുസ്തകങ്ങളിൽ നിന്ന് മാഗ്നറ്റോതെറാപ്പിയെ കുറിച്ചുണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ നമുക്ക് ഓൺലൈനിലൂടെ വാങ്ങാനും വായിക്കാനും പറ്റും. അങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം, ഇതൊന്നും പഠിച്ചില്ലെങ്കിലും ബയോട്ടോറിയം ചെയ്യാൻ കേട്ടോ. അതും വേറൊരു കാര്യം ഞാൻ പറയാം. ഇതൊന്നും ഈ അറിവൊന്നും വേണ്ട ബയോട്ടോറിയം ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് മാഗ്നറ്റിനെ കുറിച്ചും അവർക്ക് കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചും മറ്റുള്ളവർക്ക് കിട്ടിയ റിസൾട്ടിനെ കുറിച്ചും ഒക്കെ ഷെയർ ചെയ്താലും പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് നൂറ് ആളുകളിലേക്ക് എത്തിക്കാൻ റിസൾട്ട് കൊടുക്കാൻ സാധിക്കും. ഞാനൊക്കെ ചെയ്തത് ഇത് മുഴുവൻ പഠിക്കാൻ പോയിട്ടൊന്നുമില്ല. ചില ആളുകൾ പറഞ്ഞു ഞാൻ ഒന്ന് പഠിക്കട്ടെ ചേട്ടാ, ഇപ്പോഴും പറയും. കഴിഞ്ഞ ആഴ്ച പ്രോഗ്രാം വന്ന ആളുകളും പറഞ്ഞിട്ടുണ്ട് ഇന്ന് പഠിക്കട്ടെ എന്ന്. ഞാൻ ചോദിച്ചു എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളിത് എവിടെ പോയി പഠിക്കാൻ അതിനെ കുറിച്ച്, അല്ലെ? പഠിച്ച് സമയം കളയല്ലേ എന്ന് പറഞ്ഞു. കാരണം പലരും പഠിച്ച് സമയം കളയുന്നവർ എത്രയോ പേരുണ്ട് നമുക്ക്, അല്ലെ? അതുകൊണ്ട് പഠിപ്പ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അതോടൊപ്പം പ്രായോഗികമായും കൂടി ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. രണ്ടും ഒരുമിച്ച് നടക്കേണ്ട പ്രോസസ് ആയിരിക്കണം. അല്ലാണ്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാ എന്ന് പറയുന്ന പ്രോസസ്സിനോടാണ് നമുക്ക് എതിർപ്പ്. ഇദ്ദേഹം അതുപോലെ തന്നെ ഇദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോ എന്തായാലും എന്നാ പിന്നെ ചന്ദ്രമാഷ് പറഞ്ഞല്ലേ എന്ന് നോക്കാമെന്ന് വാങ്ങി ഉപയോഗിച്ചു. അത് വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. റിസൾട്ട് കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞത് അദ്ദേഹം നമ്മൾ ഉപയോഗിച്ചതിനേക്കാൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നാ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. കാരണം വീണ്ടും ചന്ദ്രമാഷ കഴുത്തിന് പിടിക്കണമല്ലോ, മനസ്സിലായ? നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനൊരു റിസൾട്ടും ഇല്ല. ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് ആ നാട്ടിലൊക്കെ ഒന്ന് ഇദ്ദേഹത്തിന് പ്രസംഗിച്ച് നടക്കണം എന്നുള്ളൊരു ആവേശമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അല്ലാതെ ഉപയോഗിച്ച് റിസൾട്ട് എടുക്കാനായിരുന്നില്ല അദ്ദേഹത്തിന്റെ കൃത്യമായ ഉപയോഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തിനേയും എതിർക്കുന്ന വെല്ലുവിളിക്കുന്ന ഒരു മാനസിക അവസ്ഥയുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും നമ്മൾ ബയോട്ടോറിയം അദ്ദേഹത്തെ കീഴടക്കിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് എത്രയോ വർഷങ്ങളായിട്ട് തൈറോയ്ഡ് ചികിത്സിച്ച് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം നഷ്ടപ്പെടും. നല്ലൊരു പാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു പാട്ടും കൂടി നമുക്ക് അവസാനം ചെയ്യേണ്ടതായിരുന്നു. സമയമില്ല എന്നും പറഞ്ഞു പോണ്ട. ഒരു ദിവസം അടുത്ത പ്രോഗ്രാമിൽ അദ്ദേഹത്തിന്റെ പാട്ടോടെ അവസാനിപ്പിക്കണം നമുക്ക്. അപ്പൊ 1-2 പാട്ടുകൂടി അദ്ദേഹം പാടട്ടെ, ഇല്ലേ? പാട്ട് പാടുന്ന ആളുകൾക്കല്ല, നമുക്കും ശബ്ദം ഒന്ന് ഇടറിയാൽ പോലും നമുക്ക് ഭയങ്കര വേദനയുണ്ടാക്കും. നമ്മുടെ മാനസികാരോഗ്യം തകർന്നു പോകും. അപ്പം ശബ്ദിക്കാൻ പോലും പറ്റാത്ത ശബ്ദത്തിനെ മങ്ങലേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പാട്ട് എന്ന് പറയുന്ന അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇല്ലേ സ്നേഹിക്കുന്ന ആ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം. അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ ശബ്ദം തിരിച്ചു കിട്ടുകയും എത്രയോ വർഷത്തെ തൈറോയിഡ് ചികിത്സിച്ച് അവസാനം നമുക്കറിയാം ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ കിഡ്നി പേഷ്യന്റ് ആവും, അവസാനം ഡയാലിസിസിലേക്ക് പോകേണ്ടി വരും. നമുക്ക് എല്ലാം അറിയാം. ആ ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് 21 ദിവസം കൊണ്ട് അല്ലെ പ്രകൃതി പറഞ്ഞു നീ അങ്ങനെ എതിർത്ത് നടക്കണ്ട, നിനക്ക് ഇപ്പൊ തന്നെ റിസൾട്ട് തരാന്ന് പറഞ്ഞു. പ്രകൃതി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് റിസൾട്ട് കൊടുത്തു എന്നുള്ളതാണ്. കാരണം പ്രകൃതിയാണല്ലോ ഇതല്ല. ബയോട്ടോറിയം എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ് അല്ലെ. പ്രകൃതിയിലുള്ള വെള്ളം കുടിക്കുക, പ്രകൃതി തന്നെ കിടന്നുറങ്ങുക അല്ലെ. ഇത്രേ ഉള്ളൂ. അപ്പോ വേഗം റിസൾട്ട് തരാന്ന് പറഞ്ഞുകൊണ്ട് 21 ദിവസം കൊടുത്ത റിസൾട്ട് അദ്ദേഹം ടെസ്റ്റ് ചെയ്തിട്ട് തന്റെ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് തെറ്റാണ്. അതുവരെയും ടെസ്റ്റ് ചെയ്ത
റിസൾട്ട് ഒക്കെ കാണിക്കുമ്പോൾ വേഗം താല്പര്യമായിരുന്നു ഡോക്ടർക്ക് മരുന്ന് എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ റിസൾട്ട് നോർമൽ എന്ന് പറയുമ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വേറെ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ പോയി ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അവസാനം വീണ്ടും ഡോക്ടറുടെ കണ്ണു തള്ളുകയാണ് ഉണ്ടായത്. അങ്ങനെ നിരവധി കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജനഹൃദയങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന, ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ശാസ്ത്രലോകം എഴുതി തള്ളിയ പലർക്കും അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും അല്ലെ ആരോഗ്യത്തോടും അതേപോലെ തന്നെ ഇത് ഏറ്റെടുത്തവർക്ക് സന്തോഷവും സമൃദ്ധിയും എല്ലാം നൽകുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കാൻ വേണ്ടി സാധിക്കുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ, മഹാപ്രസ്ഥാനത്തിന്റെ വക്താക്കളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണമെന്നാണ് ഈ സുപ്രഭാതത്തിൽ ഒരിക്കൽ കൂടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പുരുഷോത്തമൻ സാറെ പോലെ നിങ്ങൾ എതിർക്കുന്ന 100 പേര് ഇപ്പോഴും കാണാൻ വേണ്ടി സാധിക്കും. പല വീടുകളിലും ചെല്ലുമ്പോൾ ഇല്ലേ, അച്ഛനും അമ്മയൊക്കെ ഇത് നിങ്ങൾ പറയുമ്പോൾ കേൾക്കുകയും കുട്ടികൾ ഇതൊക്കെ തട്ടിപ്പണച്ച എന്ന് പറയുമ്പോൾ പക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുകയും, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം മക്കൾ പറയും ഇതൊന്നും വാങ്ങണ്ട എന്ന് പറയുമ്പോൾ വാങ്ങാതെ പോകുന്ന എത്രയോ കുടുംബനാഥന്മാരും അല്ലെ അമ്മമാരെയും നമ്മൾ കാണാറുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇതെല്ലാം മെല്ലെ അല്ലെ ആ ആളുകൾ അറിഞ്ഞറിഞ്ഞ് വന്ന് വാങ്ങിച്ചോളൂ. അടുത്ത സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കൊക്കെ റിസൾട്ട് കിട്ടുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇതിനകത്തേക്ക് വരും. നമ്മുടെ ദൗത്യം ഇത്രയേ ഉള്ളൂ, എല്ലായിടത്തും പ്രകാശം വിതറിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഈ ഓഡിറ്റോറിയത്തിന്റെ നന്മ വിതറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവേശത്തോടെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ എതിർത്ത ആളുകളെല്ലാം തന്നെ ഇതിന്റെ ഉപഭോക്താക്കളായിട്ട് മാറുന്ന സമയം അതിവിദൂരമല്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം, യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ അല്ലെ റിസ്റ്റ് ബാൻഡ് കൈ കെട്ടിയ ആളുകളെ അപൂർവം കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പഴയ കാലത്തൊന്നും ഇത് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും പലരും പുതുതായിട്ട് വരുന്ന ആളുകൾ റിസ്റ്റ് ബാൻഡ് കൈ കെട്ടുന്നില്ല എന്നുള്ള ഒരു നഗ്ന സത്യവും കൂടി ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നാണക്കേടാണ് ഇത് കെട്ടി നടക്കുമ്പോ ഇല്ലേ. എന്തോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് പലർക്കും. അങ്ങനെയുള്ളവർ പലരും കെട്ടാതെ ഉപയോഗിക്കുന്നവരുണ്ട്. കാലിനോ കൈക്കോ ഷർട്ടിന്റെ ഉള്ളിലോ ഒക്കെ കെട്ടി നടക്കുന്ന ആളുകളുണ്ട്. ഇത് എന്റെ ജീവനായിട്ട് ഏറ്റെടുത്ത ആളുകളാണ്. ഇത് കയ്യിൽ നമ്മളെ പോലെ ഇത് റിസ്റ്റ് ബാൻഡ് കയ്യിൽ തന്നെ കെട്ടി നടക്കുന്നത്. അതുകൊണ്ട് കയ്യിൽ തന്നെ കെട്ടി നടക്കണം. അപ്പോഴേ നിങ്ങൾക്ക് പ്രകൃതി നല്ല ടീമിനെ തരുള്ളൂ. നിങ്ങൾ ഒളിപ്പിച്ചും ഗോപ്യമായൊക്കെ കൊണ്ടു കിടന്ന അതേപോലെ തന്നെ കച്ചവടം കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് കയ്യിൽ തന്നെ കെട്ടിക്കൊണ്ട് ആളുകളിലേക്ക് ഇതിന്റെ അവബോധം കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുക എന്നുള്ളതാണ് ഈ സുപ്രഭാതത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇന്ന് എറണാകുളത്ത് ഇവിടെ കോർ ലീഡേഴ്സിന്റെ മീറ്റിംഗ് നടക്കുകയാണ്. കേരളത്തിന്റെ പല ഭാഗത്തുള്ള കോർ ലീഡേഴ്സ് ഇന്ന് അവിടെ വരും. 11 മണിക്കാണ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. അടുത്ത തലത്തിലേക്ക് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ബയോട്ടോറിയത്തിന്റെ വളർച്ചയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും, എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് വലിയൊരു ചർച്ച അവിടെ നടക്കുകയാണ്. 27-ാം തീയതി 28-ാം തീയതി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കമ്പനിയിൽ ബ്ലാക്ക് ഡയമണ്ട്സ് എന്ന് പറയുന്ന ടോപ്പ് പൊസിഷനിൽ എത്തിയിരിക്കുന്ന ലീഡേഴ്സിന്റെ ഒരു പ്രോഗ്രാം സാഗർ സാർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കും. അപ്പൊ 27, 28 അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം പുതിയ രീതിയിലേക്ക് കമ്പനിയുടെ വളർച്ച കാണിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് സാർ എന്നാ പറഞ്ഞ് വിളിച്ചപ്പോ. എന്തായാലും ആ പ്രോഗ്രാം കഴിയുന്നതോട് കൂടിയിട്ട് വേറൊരു ലെവലിലേക്ക്, വേറൊരു ബ്ലാസ്റ്റിംഗിലേക്ക് ബയോട്ടോറിയം മാറാൻ വേണ്ടി പോകാന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മള് സാഗർ സാർ വിത്ത് ഫാമിലി മീറ്റ് നമ്മളൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. സാറിന്റെ ഡേറ്റ് അനുസരിച്ച് നമ്മൾ ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ 2026 നമുക്കൊരു കുതിച്ചുചാട്ടം കേരളത്തിൽ ഉണ്ടാക്കണം. വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ഏറ്റെടുക്കുന്ന വ്യക്തികളിലേക്ക് ആരോഗ്യത്തോടൊപ്പം അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കൂട്ടായ്മയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതെല്ലാം കഴിയുമ്പോൾ സാഗർ സാറും കൂടി ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു മെഗാ ഫാമിലി മീറ്റ്, കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ ഫാമിലി മീറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൂടി കഴിയുന്നതോടുകൂടി വലിയൊരു ബ്ലാസ്റ്റിംഗ് കൂടി ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റീപർച്ചേസിൽ നിരവധി ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രതീക്ഷിക്കാത്ത ഉൽപ്പന്നങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. ഏറ്റവും സെറ്റ് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇതിലൂടെ വാങ്ങാൻ വേണ്ടി സാധിക്കുന്ന, ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് അസോസിയേഷൻ അല്ലാതെ പബ്ലിക്കിനെയും പോലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന, അതിലൂടെ വലിയ വരുമാനം നമുക്ക് നേടാൻ പറ്റുന്ന രീതിയിൽ ഒത്തിരി മാറ്റങ്ങൾ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ വന്നു കഴിയുമ്പോൾ എന്തായാലും 2026 എന്ന് പറയുന്ന വർഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ പൂവണിയുന്ന വർഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് മങ്കി സിൻഡ്രോം ബാധിച്ച ആളുകളെ പോലെ ഓരോ കൊമ്പിലേക്കും വാരൻ മരഞ്ചാടും പോലെ അല്ലേ, സോറി, അവിടെ ഓടി നടക്കാതെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. തകർക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ ഒരു സംശയവും വേണ്ട, എല്ലാവർക്കും നല്ലൊരു അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാൻ പറ്റുന്ന ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റും അതുപോലെ തന്നെ മിറാക്കിൾ ആയിട്ടുള്ള റിസൾട്ട് നൽകുന്ന പ്രൊഡക്റ്റും അതുപോലെ തന്നെ അമേസിംഗ് ആയിട്ടുള്ള
മാർക്കറ്റിംഗ് പ്ലാനുള്ള ലോകത്തിലെ നമ്പർ 1 കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ബയോട്ടോറത്തിന്റെ വക്താക്കളാണ്, ബ്രാൻഡ് അംബാസിഡർമാരാണ് ഞാൻ എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. ആ വിശ്വാസമാണ് നിങ്ങളെ വിജയിപ്പിക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? വിശ്വാസമില്ലാത്തവൻ ഈ ലോകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അവനവനുള്ള വിശ്വാസം, കമ്പനിയിലുള്ള വിശ്വാസം, ടീം ലീഡേഴ്സിലുള്ള വിശ്വാസം, പ്രൊഡക്റ്റിലുള്ള വിശ്വാസം, ഇൻകം പ്ലാനിലുള്ള വിശ്വാസം, ഈ വിശ്വാസങ്ങൾ ഫസ്റ്റ് എപ്പോഴും സെൽഫ് കോൺഫിഡൻസ് ആണ്. നിങ്ങളിലുള്ള വിശ്വാസമാണ്. എനിക്കിത് സാധിക്കുമെന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം. ആരെതിർത്താലും, വീട്ടിൽ നിന്ന് സ്വന്തം ഭാര്യയും മക്കളും കളിയാക്കിയാലും, മനസ്സിലായ, ഇതും കൊണ്ട് നടക്കുക, നിർത്ത്, ജോലിക്ക് പോയെന്ന് പറയുന്ന ചില കുടുംബങ്ങളെ കാണാറുണ്ട്. മനസ്സിലായ? അവർക്ക് ഇതിന്റെ ഡെപ്ത് അറിയാത്തത് കൊണ്ടാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അവരുടെ മുമ്പിൽ നമ്മൾ തർക്കിക്കാൻ പോകണ്ട. അവര് പറയുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് അതിനെ കേട്ടാൽ മതി. മനസ്സിലായ? ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇതിനകത്ത് വിജയിച്ചിരിക്കും. ഒരു സംശയവും കൊണ്ട് ആ പറഞ്ഞവരോട് മാറ്റി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇല്ലേ ചില ചോദ്യചിഹ്നങ്ങൾ കുറിച്ചിടണം. അവരോട് വെറുപ്പോ വിദ്വേഷമോ അല്ല വേണ്ടത്. ചിരിച്ചുകൊണ്ട് അവരോട് പറയാം, ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഞാനൊരു വർഷം കൂടെ ഇതിനകത്ത് വർക്ക് ചെയ്യട്ടെ, നോക്കട്ടെ എന്ന് പറയണം. അല്ലെങ്കിൽ ഒരു 100 ദിവസം അല്ലെങ്കിൽ 500 ദിവസം അല്ലെങ്കിൽ 1000 ദിവസം നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ച് നിങ്ങൾ പറയാം. അതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്റെ സുഹൃത്തുക്കൾ. അതാണ് ഈ പ്രകൃതി ശക്തി എന്ന് പറയുന്നത്. മനസ്സിലായ? അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് പ്രവർത്തിക്കാൻ, മാനസികമായിട്ട് കംഫർട്ട് സോൺ പൊട്ടിച്ചിറങ്ങി നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഈ പ്രകൃതി ശക്തി നിങ്ങളെ വിജയിപ്പിക്കുന്നുള്ളതാണ് ലോകശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന തത്വം എന്ന് പറയുന്നത്. എത്ര ഉദാഹരണങ്ങൾ, കൊച്ചുകുട്ടികളുടെ ഉദാഹരണങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ മനസ്സിൽ എന്ത് വിചാരിക്കുന്നു, ഒന്നും വേണ്ട, വെറും സീറോയിൽ നിന്ന് ഹീറോ ആകാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് നിങ്ങൾ ബയോട്ടോറിയത്തിൽ കോടീശ്വരനാണ്, ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ അത് നേടിയിരിക്കും എന്റെ പൊന്നു. പ്രകൃതി ശക്തി നിങ്ങളെ വിജയിപ്പിക്കും. നിങ്ങളെ മനസ്സ് തളരരുത്. കൂടുതൽ ആളുകളിലേക്ക് ചെല്ലുക, അവരോട് സംസാരിക്കുക. കളിയാക്കിക്കോട്ടെ, നിങ്ങളെ കളിയാക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. അത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഉണ്ടാവും. മനസ്സിലായ? ദൈവം നിങ്ങൾക്ക് തന്ന അവസരത്തെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക, മുന്നോട്ട് പോകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ അവസരത്തിൽ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയോട്ടോറിയം. ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോവുക, കൂടുതൽ ആളുകളെ കാണാൻ വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ്. സീ മോർ പീപ്പിൾ. 2026 അധിക ദിവസങ്ങളില്ല. പുതിയ ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെ ഒരു കർഷകന്റെ മനസ്സോട് കൂടിയിട്ട്, കർഷകന്റെ മനസ്സോട് കൂടിയിട്ട് ഇത് ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ട് 2026 ഞാൻ ഇല്ലേ സമൃദ്ധിയിലേക്ക് എത്തും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾക്ക് എത്താനും നല്ലൊരു ടീമിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കട്ടെ. അതിനുള്ള മനസ്സും ഊർജവും ആവേശവും ശക്തിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബെറ്റർ.